പശ്വാദിഭിശ്ച അവിശേഷാത് യഥാഹി പശ്വാദേഹ ശബ്ദാദിഭി ശ്രോത്രാദീനാം സംബന്ധേ സതി ശബ്ദാദിവിജ്ഞാനെ പ്രതികൂലേ ജാതേ തതോ നിവർത്തന്തി അനുകൂലേ ച പ്രവർത്തന്തി യഥാ ദണ്ഡോദ്യതകരം പുരുഷം അഭിമുഖമുപലഭ്യ മാം ഹന്തും അയം ഇച്ഛതീതി പലായിതുമാരഭന്തി ഹരിത തൃണ പൂർണ്ണ പാണിം ഉപലഭ്യ തം പ്രതി അഭിമുഖീ ഭവന്തി ഏവം പുരുഷ അപി വിത്പന്നചിത്താഃ ക്രൂരദൃഷ്ടീൻ ആക്രോശതഃ ഖഡ്ഗ ഉദ്യുതകരാൻ ബലവത ഉപലഭ്യ തതോ നിവർത്തന്തെ തദ്വിപരീതാൻ പ്രതി പ്രവർത്തന്തെ അധ സമാനഃ പശ്വാദിഭിഃ പുരുഷാണാം പ്രമാണ പ്രമേയ വ്യവഹാരഃ പശ്വാദീനാം ച പ്രസിദ്ധോ അവിവേക പുരസ്സരഃ പ്രത്യക്ഷാദി വ്യവഹാരഃ തത്സാമാന്യദർശനാം വ്യുത്പത്തിമതാമപി പുരുഷാണാം പ്രത്യക്ഷാദി വ്യവഹാരഃ തത്കാലഃ സമാന ഇതി നിശ്ചീയതേ. പറഞ്ഞു വരുന്നത് വ്യുത്പന്നനായ പുരുഷൻ, അതായത് വിവേകമുള്ള പുരുഷൻ, ആത്മാ അനാത്മ വിവേകം ചെയ്ത് ആത്മാവിനെ കുറിച്ച് ബോധമുള്ള പുരുഷനും വ്യവഹാരകാലത്തിൽ മൃഗതുല്യമാണ് എന്നാണ്. ഇവിടെ സാദൃശ്യം പറയുന്നത് വ്യവഹാരത്തിനാണ്, ജ്ഞാനത്തിനല്ല. അത് നമ്മൾ പ്രത്യേകം ഓർക്കണം. മൃഗവും ജ്ഞാനിയും അവരുടെ ആന്തരികമായ ബോധത്തിൽ സമാനമെന്നല്ല പറയും. അവരെ രണ്ടുപേരെയും ഒരേ തരത്തിൽ പറയുന്നത് ജ്ഞാനത്തിന്റെ കാര്യത്തിലല്ല, അനുഭവത്തിന്റെ കാര്യത്തിലല്ല, മറിച്ച് അവരുടെ വ്യവഹാരത്തിന്റെ കാര്യത്തിലാണ്. മുഖ്യമായി അവരുടെ പ്രവൃത്തി, അതിനെ സംബന്ധിച്ചാണ് പറയുന്നത്. അവിവേകം നിമിത്തമായിട്ടാണ് വ്യവഹാരം നടക്കുന്നത്. അത് മൃഗങ്ങളിലെല്ലാം അങ്ങനെയാണ്. മൃഗങ്ങൾക്ക് വിവേകമേ ഇല്ല. അപ്പോൾ അവിവേകം ആണ് അവിടെ പ്രവൃത്തിക്ക് കാരണമെന്നുള്ളതിൽ അഭിപ്രായ വ്യത്യാസമില്ല. ജ്ഞാനിയെ സംബന്ധിച്ചിടത്തോളം അവിവേകമാണ് പ്രവൃത്തിക്ക് കാരണമെന്നാണ് ഇവിടെ പറഞ്ഞത്. ജ്ഞാനിയും അവിവേകം മൂലമാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ പിന്നെ ജ്ഞാനിയുടെ ജ്ഞാനത്തിന് എവിടെയാ സ്ഥാനം? ജ്ഞാനിയുടെ ജ്ഞാനത്തിന് എന്താ പ്രസക്തി എന്ന് നമ്മൾ ചിന്തിക്കും. അപ്പോൾ അവിടെ ഒരു വൈരുദ്ധ്യം, പൊരുത്തക്കേട് നമുക്ക് തോന്നും. ഇത്രയും പ്രയാസപ്പെട്ട് ശമദമാദി സാധനങ്ങളൊക്കെ അനുഷ്ഠിച്ച് വളരെ ആയാസകരമായി ഇങ്ങനെ ഒരു ജ്ഞാനം പ്രാപിച്ചതിന് ശേഷവും വീണ്ടും പ്രവൃത്തി അവിവേക പുരസ്സരമാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അജ്ഞാനം കൊണ്ടാണ് പ്രവർത്തിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജ്ഞാനത്തിന് പ്രയോജനമില്ലാന്ന് വരും. വളരെ ആയാസപ്പെട്ട് നേടിയ ജ്ഞാനം കൊണ്ട് പ്രയോജനമില്ലെന്ന് വരും. അങ്ങനെ സംശയം നമ്മുടെ മനസ്സിൽ വരും. അതിനെന്താണ് സമാനം പറയുന്നത്? ശാസ്ത്രത്തിൽ പറയുന്നത് ജ്ഞാനം രണ്ടു തരത്തിലാണ്. ഒന്ന് പരോക്ഷജ്ഞാനം, മറ്റൊന്ന് അപരോക്ഷജ്ഞാനം. പരോക്ഷജ്ഞാനം എന്ന് പറയുമ്പോൾ സ്വാനുഭവം അല്ലാത്ത ജ്ഞാനം. മുമ്പ് നമ്മളത് ചർച്ച ചെയ്തതാണ്. അമേരിക്ക ഉണ്ടെന്നറിയുന്നു, ഇവിടെ ഇരുന്നുള്ള അറിവ് പരോക്ഷജ്ഞാനമാണ്. ഈ പരോക്ഷജ്ഞാനം കൊണ്ട് അജ്ഞാനം നശിക്കുന്നില്ല. പരോക്ഷജ്ഞാനം എന്ന് പറയുന്നത് അതിൽ സംശയം വരാം, ഭ്രാന്തി വരാം, എല്ലാം വരാം. അങ്ങനെയുള്ളതാണ് പരോക്ഷജ്ഞാനം. കേട്ടറിവ് സ്വാനുഭവത്തിൽ വരുന്നില്ല. അങ്ങനെയുള്ള പരോക്ഷജ്ഞാനത്തോടു കൂടിയിരിക്കുന്ന ആളിനെയും ജ്ഞാനി എന്ന് പറയാം. കാരണം അയാൾക്ക് ജ്ഞാനമുണ്ട്. ആത്മാവ് എന്താണെന്ന് ശ്രവണത്തിലൂടെ മനസ്സിലാക്കി, ശാസ്ത്രത്തിൽ നിന്നോ ഗുരുവിൽ നിന്നോ ഒക്കെ ശ്രവണം ചെയ്ത് മനസ്സിലാക്കി. അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞിട്ട് മനന നിധ്യാസനങ്ങളിലൂടെ ദൃഢമായ അപരോക്ഷം ഉണ്ടായില്ല. അപരോക്ഷം ദൃഢമായിട്ടില്ല. നിജസ്വ അനുഭവത്തിലേക്ക് അത് വന്നിട്ടില്ല. സംശയരഹിതമായി ജ്ഞാനം ഉറച്ചിട്ടില്ല.
അങ്ങനെയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ അജ്ഞാനം നശിക്കുന്നില്ല. അപ്പൊ അജ്ഞാനം നിലനിൽക്കുന്നു. അജ്ഞാനം നിലനിൽക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ വ്യവഹാരം ആ അജ്ഞാനത്തെ ആശ്രയിച്ചാണ് നടക്കുന്നത്. അപ്പൊ അതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. അജ്ഞാനം അല്ലെങ്കിൽ അധ്യാസം നിലനിൽക്കുമ്പോൾ പ്രവർത്തിക്കുകയാണെങ്കിൽ ആ പ്രവൃത്തിക്ക് കാരണം അധ്യാസം തന്നെ. അവിടെ അഭിപ്രായ വ്യത്യാസം വരാൻ വഴിയില്ല. പിന്നീട് രണ്ടാമത് വരുന്നത് അപരോക്ഷജ്ഞാനമുള്ളവരെ കുറിച്ചാണ്. അപരോക്ഷജ്ഞാനം എന്ന് പറയുമ്പോൾ അവിടെ സംശയമില്ല, ഭ്രാന്തിയില്ല. താൻ ആത്മാവാണോ എന്നൊരിക്കലും സംശയം വരുന്നില്ല. ശരീരത്തിലൊരിക്കലും ഞാൻ ആത്മാവാണെന്നുള്ള ബോധം വരുന്നില്ല. ശരീരത്തെ ആത്മത്വേന കാണുന്നില്ല. സംശയം, ഭ്രാന്തി ഇതെല്ലാം പൂർണ്ണമായും നശിച്ചു. ആത്മനിഷ്ഠൻ ആയിരിക്കുന്നു, അപരോക്ഷജ്ഞാനത്തിലിരിക്കുന്നു. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞത് ശരിയാകുമോ? അധ്യാസം മൂലമാണ് പ്രവൃത്തി എന്ന് പറയുന്നത്. കാരണം അവിടെ അധ്യാസം നശിച്ചിരിക്കുന്നു. ജ്ഞാനം കൊണ്ട് അജ്ഞാനം പൂർണ്ണമായും നശിച്ചു. അതായത് അജ്ഞാനം എന്ന് പറയുന്നത് ഏകമാണ്. ജ്ഞാനം ഉണ്ടായാൽ അജ്ഞാനം നശിക്കും. നശിച്ചു കഴിഞ്ഞാൽ പിന്നീട് വരാൻ അവിടെ അജ്ഞാനമില്ല. അപ്പോൾ പിന്നെ ആ വ്യക്തിയിൽ എങ്ങനെ വ്യവഹാരം നടക്കും? അതിന് പറയുന്ന സമാധാനം, അവിടെ അജ്ഞാനം ഉണ്ടായിരുന്ന സമയത്ത് അജ്ഞാനത്തെ ആശ്രയിച്ചാണ് വ്യവഹാരങ്ങൾ നടന്നിരുന്നത്. ജ്ഞാനം വന്നു കഴിഞ്ഞാൽ പിന്നീട് എല്ലാ വ്യവഹാരവും ആ ജ്ഞാനത്തെ ആശ്രയിച്ച് നടക്കും. അജ്ഞാനം നശിച്ചുപോയി. അജ്ഞാനം നശിച്ചെങ്കിലും അത് നശിച്ചിട്ട് വീണ്ടും അനുവർത്തിക്കുന്നു. അതിന് ബാധിത അനുവൃത്തി എന്ന് പറയുന്നു. നശിച്ചിട്ട് വീണ്ടും അനുവർത്തിക്കുക, അതിന്റെ ഛായ, നിഴലുപോലെ അത് വീണ്ടും തുടരുക, അങ്ങനെ തുടരുന്നു. നശിച്ചിട്ട് അനുവർത്തിക്കുന്നത് കൊണ്ട് അതിനൊരിക്കലും ജ്ഞാനിയെ വീണ്ടും അജ്ഞാനിയാക്കാനോ ബന്ധനസ്ഥനാക്കാനോ കഴിയത്തില്ല. അതിന്റെ പ്രത്യേകത എന്താണോ? മുമ്പ് ജ്ഞാനിക്കുണ്ടായിരുന്ന, അതായത് ജ്ഞാനിയാകുന്നതിന് മുമ്പ് അജ്ഞാനാവസ്ഥയിൽ എന്തായിരുന്നു? ശരീരത്തിൽ ആത്മബോധം ഉണ്ടായിരുന്നു, പ്രപഞ്ചം സത്യമാണെന്നുള്ള ബോധം ഉണ്ടായിരുന്നു, ഞാൻ നീ എന്നുള്ള ദ്വൈതബോധം ഉണ്ടായിരുന്നു, ഇതെല്ലാം ഉണ്ടായിരുന്നു. ജ്ഞാനത്തിന് ശേഷം അജ്ഞാനം നശിക്കുന്നതുകൊണ്ട് പിന്നീട് ഇത്തരത്തിലുള്ള യാതൊരു ബോധവുമില്ല. പക്ഷേ അജ്ഞാന നശിച്ചതിന് ശേഷം വീണ്ടും അനുവർത്തിക്കുന്നു. അതുകൊണ്ട് അതിന് ജ്ഞാനിയെ ബന്ധിക്കാൻ കഴിയത്തില്ല, ജ്ഞാനി അത് ബന്ധിക്കുന്നില്ല. പക്ഷെ വ്യവഹാരത്തെ അത് സഹായിക്കുന്നു. വ്യവഹാരമെല്ലാം ആ നശിച്ച അജ്ഞാനത്തിന്റെ ഛായയെ ആശ്രയിച്ച് നടക്കുന്നു. ബാധിത അനുവൃത്തി എന്ന് പറയുന്നു. ചിലടത്ത് അവിദ്യാലേശത്തിന്റെ അനുവൃത്തി എന്നും മറ്റും പറയും. അതിന്റെ എല്ലാം താല്പര്യം ഇത് തന്നെ. അതിനാണ് വറുത്ത വിത്തിന്റെ ഉദാഹരണം പറയുന്നത്. കാഴ്ചയിൽ വിത്തായിട്ട് തന്നെ ഇരിക്കുന്നു, പക്ഷെ അതിന് ഉത്പാദന ശേഷിയില്ല. എന്നാൽ അത് കാഴ്ചയിൽ വിത്ത് പോലെ ഇരിക്കുന്നു. സാധാരണ പറയുന്ന ഉദാഹരണങ്ങളാണ്, എല്ലാവർക്കും അറിയാവുന്നതാണ്. വസ്ത്രം കരിഞ്ഞു കഴിഞ്ഞാലും വസ്ത്രത്തിന്റെ ആകൃതി കാണുന്നു. വസ്ത്രം കൊണ്ട് വസ്ത്രം ധരിക്കുക, പ്രാവരണം ചെയ്യുക, ആവരണം ചെയ്യുക എന്ന് പറയുന്നത് ആ വസ്ത്രം കൊണ്ട് സാധ്യമല്ല. പക്ഷെ കാഴ്ചയിൽ അത് വസ്ത്രം പോലെ തന്നെ ഇരിക്കുന്നു. അങ്ങനെ കണ്ടിട്ടൊരാൾ, അവിവേകികൾ, ബാലന്മാരത് വസ്ത്രമാണെന്ന് പറഞ്ഞെന്നും വരാം. കയറ് കരിഞ്ഞു കഴിഞ്ഞാലും കയറ് പോലെ തന്നെ ഇരിക്കുന്നു കാഴ്ചയിൽ, പക്ഷെ അതുകൊണ്ട് ബന്ധിക്കാൻ കഴിയത്തില്ല. അപ്പൊ കരിഞ്ഞ കയറെങ്ങനെയാണോ ബന്ധന യോഗ്യമല്ലാതിരിക്കുന്നത്, അതുപോലെ ഈ നശിച്ച അജ്ഞാനം ജ്ഞാനിയെ വീണ്ടും ബന്ധനസ്ഥനാക്കുന്നില്ല, അജ്ഞാനിയാക്കുന്നില്ല. അതുകൊണ്ട് ജ്ഞാനിയുടെ, ആദ്യമേ പറഞ്ഞു, ജ്ഞാനിയുടെ അനുഭവത്തിന്റെ തലത്തിൽ അജ്ഞാനിക്ക് ഒരിക്കലും ചിന്തിക്കാൻ പറ്റത്തില്ല. എന്നാലും ജ്ഞാനിയുടെ ജ്ഞാനാവസ്ഥയെക്കുറിച്ച് ശാസ്ത്രങ്ങളിൽ വിശദീകരിക്കുന്നതനുസരിച്ച് നമുക്കതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കാമെന്നുള്ളതേ ഉള്ളൂ. ഒരിക്കലും ജ്ഞാനിക്ക് അധ്യാസം അജ്ഞാനാവസ്ഥയിലുള്ളതുപോലെ അല്ല നിലനിൽക്കുന്നത്. ജ്ഞാനാവസ്ഥയിൽ അത് നശിച്ചതിന് ശേഷം നിലനിൽക്കുകയാണ്, അതൊരു നിഴലുപോലെ നിലനിൽക്കുകയാണ്. അതുകൊണ്ടത് ഇവിടെ
അധ്യാസത്തെ ആശ്രയിച്ചാണ് വ്യവഹാരം നടക്കുന്നു എന്ന് പറയുന്നത് നശിച്ച അധ്യാസത്തെ ആശ്രയിച്ച് നിലനിൽക്കുന്നു എന്ന് അർത്ഥത്തിൽ നമുക്ക് മനസ്സിലാക്കണം. അതിന് ഉദാഹരണമായിട്ടാണ് പറയുന്നത്, മരുമരീചികയുടെ ഉദാഹരണം പറയുന്നു, ദിഗ്ഭ്രമം അത് ഉദാഹരണമായിട്ട് പറയുന്നു. നമ്മളൊരു പുതിയ സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ ദിഗ്ഭ്രമം ഉണ്ടാവുന്നു. കിഴക്ക് പടിഞ്ഞാറെന്ന് തോന്നുന്നു, ചിലപ്പോൾ തെക്കെന്ന് തോന്നും, വടക്കെന്ന് തോന്നും. പുതിയ സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ ആർക്കും തോന്നും. സാധാരണ ഉണ്ടാകുന്നതാണ്. വേറൊരാൾ നമുക്ക് പറഞ്ഞു തന്നു ഇതാണ് കിഴക്ക് എന്ന് വ്യക്തമായി ബോധിച്ചിരുന്നു. നമ്മൾ ബോധിച്ചു. കിഴക്കെന്ന് മനസ്സിലാക്കിയതിന് ശേഷവും വീണ്ടും പഴയതുപോലെ നമുക്ക് തോന്നും. ആദ്യം വന്നപ്പോൾ വന്ന ഭ്രമം പോലെ വീണ്ടും നമുക്ക് തോന്നും. വീണ്ടും നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ആദ്യം ഏതാണോ കിഴക്കെന്ന് ധരിച്ചത്, തെറ്റായി ധരിച്ച് ഭ്രമിച്ചത്, അത് തന്നെ കിഴക്കായിട്ട് നമുക്ക് തോന്നും. ദിഗ്ഭ്രമം. അപ്പൊ ശരിയായി ദിക്ക് ഏതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ ഭ്രമം അനുവർത്തിക്കും. സാധാരണ അനുഭവപ്പെടുന്ന ഒരു കാര്യമാണ്. പിന്നെ കുറെ ദിവസം കൊണ്ട് ആ സ്ഥലത്ത് താമസിച്ച് സൂര്യന്റെ ഉദയവും അസ്തമയവും കണ്ട് പരിചയിച്ചതിന് ശേഷം പിന്നെ നമുക്ക് ബോധ്യപ്പെടും ഇതാണ് കിഴക്ക്. അതിന് കുറച്ച് സമയമെടുക്കും. അതുവരെ ശരിയായ ജ്ഞാനം ഉണ്ടായിരുന്നാലും കിഴക്ക് ഇതാണ് എന്ന് ധരിച്ചാലും പടിഞ്ഞാറ് തന്നെ നമുക്ക് വീണ്ടും കിഴക്കെന്ന് പ്രതീതി തോന്നൽ അത് തുടർന്നുകൊണ്ടേയിരിക്കും. അതുപോലെ തന്നെ മരുമരീചികയിൽ, മരുഭൂമിയിൽ വെള്ളമുണ്ടെന്ന് തോന്നുന്നു. അവിടെ വെള്ളമില്ല, സൂര്യപ്രകാശം, അവിടുത്തെ ഉഷ്ണവായു സൂര്യപ്രകാശം കൂടെ ചേർന്നിട്ട് അവിടെ ഒരു തിളക്കം അനുഭവപ്പെടുന്നതാണ്. നമുക്കത് ജലമായി തോന്നുന്നു. ജലമായി തോന്നി വേറൊരാൾ പറഞ്ഞു അത് ജലമല്ല, അത് വെറും തോന്നലാണ്, അത് ഉഷ്ണവായുവും സൂര്യപ്രകാശം കൂടെ ചേർന്ന് അങ്ങനെ തോന്നുന്നതാണ് എന്ന് മനസ്സിലാക്കി തന്നാലും നമ്മൾ കാണുമ്പോൾ വീണ്ടും അവിടെ ജലം അതുപോലെ കണ്ടുകൊണ്ടേയിരിക്കും. അവിടെ തിരയടിക്കുന്നതായിട്ടും വെള്ളം അവിടെ നിന്ന് ഇളകി തിര ഇളകുന്നതായിട്ടും എല്ലാം തോന്നുന്നു. സത്യം മനസ്സിലാക്കി അത് പ്രകാശമാണ്, ഉഷ്ണവായുവാണ് എന്നെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞാലും അത് കാറോടിച്ചു പോകുമ്പോഴും നമുക്ക് അനുഭവപ്പെടാറുണ്ട്. മുമ്പിൽ വെള്ളം തിളയ്ക്കുന്നത് പോലെ തോന്നും, വെള്ളം കിടന്ന് തുള്ളുന്നത് പോലെ തോന്നും. അപ്പൊ ഈ അനുഭവങ്ങളിലെല്ലാം എന്താണ്? നമുക്ക് സത്യം മനസ്സിലാക്കിയാലും വീണ്ടും പ്രതീതി നിലനിൽക്കുന്നു. സത്യം നമുക്ക് മനസ്സിലായി. ജ്ഞാനിയുടെ പ്രപഞ്ച പ്രതീതിയെ ഇതിനോട് ഹോമിക്കുന്നു. ജ്ഞാനിക്കും സത്യം മനസ്സിലായി, അസത്യം നശിച്ചു. പ്രപഞ്ചം സത്യമാണെന്നുള്ള ബോധം നഷ്ടപ്പെട്ടു. ശരീരം ആത്മാവാണെന്നുള്ള ബോധം നഷ്ടപ്പെട്ടു. ശരീരത്തിൽ നിന്നും ഭിന്നമായിരിക്കുന്ന ആത്മസ്വരൂപമാണ് താനെന്നുള്ള ബോധം ദൃഢമായി. എന്നാലും വീണ്ടും പ്രതീതി പഴയതുപോലെ തന്നെ. അപ്പൊ സത്യം മനസ്സിലാക്കിയ ആള് മരുമരീതി കാണുമ്പോൾ ഇത് സത്യമല്ല എന്ന് ധരിക്കുന്നു. അതുപോലെ ഞാനീ ഈ പ്രപഞ്ചം സത്യമല്ല, ശരീരം ആത്മാവല്ല എന്ന് ധരിച്ചാലും ഇതെല്ലാം പ്രതീതമാകും. ഇതെല്ലാം അറിവിന് വിഷയമായി തന്നെ നയിക്കുന്നു. ഇതൊന്നും അദൃശ്യമാകുന്നില്ല, അപ്രത്യക്ഷമാകുന്നില്ല. സുഷുപ്തിയിലോ അല്ലെങ്കിൽ സമാധിയിലോ എല്ലാം പ്രപഞ്ചത്തിന്റെ ഭാനം, പ്രതീതി ഇല്ലാതാകുന്നത് പോലെ ജ്ഞാനിക്ക് വ്യവഹാരകാലത്ത് പ്രപഞ്ചഭാനം ഇല്ലാതാകുന്നില്ല. അതുകൊണ്ടാണ് ഗുരു, ശാസ്ത്രം, ഉപദേശം, ശിഷ്യൻ ഇങ്ങനെയുള്ള ദ്വൈതങ്ങൾ വീണ്ടും നിലനിൽക്കുന്നത്. അങ്ങനെ പ്രപഞ്ചം ഭാനമാകാതിരുന്നാൽ പിന്നീട് ഈ ആത്മജ്ഞാനത്തെ ഉപദേശിക്കാൻ ആരും കാണത്തില്ല, ശിഷ്യന്മാര് കാണത്തില്ല, ഗ്രന്ഥം കാണത്തില്ല, ഇത്തരം വ്യവഹാരങ്ങളൊന്നും കാണത്തില്ല. ആത്മജ്ഞാനം എന്ന് പറയുന്നത് പിന്നീട് ഒരാൾക്ക് ജ്ഞാനമുണ്ടായി, അതോടുകൂടി എല്ലാം അപ്രത്യക്ഷമാണ്. പിന്നീട് ഇങ്ങനെ ഒരു ജ്ഞാനത്തെക്കുറിച്ച് മറ്റൊരാൾക്ക് അറിയാൻ വേറെ വഴിയൊന്നുമില്ല. അപ്പോൾ ഇത് ബാധിതമായി അനുവർത്തിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നശിച്ചിട്ട് വീണ്ടും പ്രതീതമാവുന്നതുകൊണ്ടാണ് ഗുരുശിഷ്യ വ്യവഹാരം ഇങ്ങനെ ഈ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ജ്ഞാനിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു അജ്ഞാനം നിലനിൽക്കുന്നു എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ജ്ഞാനിയുടെ വ്യവഹാരങ്ങൾ അജ്ഞാനത്തെ ആശ്രയിച്ച് നടക്കുന്നു എന്ന് പറയുന്നത്, അജ്ഞാനത്തെ നശിപ്പിച്ചതിന് ശേഷം പിന്നീട് അനുവർത്തിക്കുന്ന അജ്ഞാനത്തിന്റെ നിഴൽ അതിനെ ആശ്രയിച്ചാണ് പറയുന്നത്. അപ്പോൾ അജ്ഞാനിയുടേതുപോലെയുള്ള അജ്ഞാനം ജ്ഞാനിയിൽ നിലനിൽക്കുന്നില്ല. ആ അജ്ഞാനത്തെ ആശ്രയിച്ചല്ല ജ്ഞാനിയുടെ വ്യവഹാരങ്ങൾ നടക്കുന്നത് എന്നാണ്. പരോക്ഷ ജ്ഞാനിയെ സംബന്ധിച്ചിടത്തോളം അജ്ഞാനം അവിടെ അനുവർത്തിക്കുന്നു. അപരോക്ഷ ജ്ഞാനിയെ സംബന്ധിച്ചിടത്തോളം അജ്ഞാനം പൂർവ്വ
രീതിയിൽ അനുവർത്തിക്കുന്നില്ല, അജ്ഞാനത്തിന്റെ നിഴൽ അനുവർത്തിക്കുന്നു. പക്ഷെ വ്യവഹാരങ്ങൾ പഴയതുപോലെ തന്നെ കാണുന്നു. അതും അജ്ഞാനിയുടെ അനുഭവം ജ്ഞാനിയുടെ അനുഭവം അവിടെ രണ്ടാണ്. ജ്ഞാനിയെ കാണുമ്പോൾ അതിന് പറയുന്നത് ആരോപിത ദൃഷ്ടി എന്നാണ് പറയുന്നത്. അജ്ഞാനിയുടെ അജ്ഞാനത്തോടുകൂടി ജ്ഞാനിയിൽ ആരോപിക്കുന്നതാണ് ജ്ഞാനിയിൽ കാണുന്നത്. ജ്ഞാനിയുടെ വാസ്തവസ്ഥിതി അജ്ഞാനിക്ക് ഒരിക്കലും പിടികിട്ടുന്നില്ല. ആരോപിത ദൃഷ്ടിയിലൂടെ കാണണം. അജ്ഞാനി ജ്ഞാനിയെക്കുറിച്ച് കൽപ്പിക്കുകയാണ് ഇങ്ങനെയൊക്കെ ആയിരിക്കണം. അത് ജ്ഞാനിയുടെ വാസ്തവസ്ഥിതി ആയിക്കൊള്ളുന്നില്ല. കാരണം ജ്ഞാനിയുടെ വാസ്തവസ്ഥിതി മനസ്സിലാക്കാൻ ജ്ഞാനിക്ക് അത് സ്വസംവേദ്യമാണ്, ആത്മസംവേദ്യമാണ്, അത് സ്വാനുഭൂതിയാണ്. അതെങ്ങനെ വേറൊരാൾക്ക് മനസ്സിലാക്കാൻ പറ്റും? അജ്ഞാനികൾക്ക് പോലും പരസ്പരം മറ്റൊരാളുടെ അനുഭവം അറിയാൻ കഴിയുന്നില്ല. അപ്പോൾ അജ്ഞാനിക്ക് എങ്ങനെ ഒരു ജ്ഞാനിയുടെ അനുഭവത്തെ മനസ്സിലാക്കാൻ പറ്റും? അതുകൊണ്ട് ആ അനുഭവം എന്താണെന്നൊരിക്കലും അജ്ഞാനാവസ്ഥയിൽ മനസ്സിലാകത്തില്ല. എന്നാലും നമ്മൾ ജ്ഞാനിയെ പ്രാപിക്കുന്നതിന് വേണ്ടി, ജിജ്ഞാസുക്കളായ ആൾക്കാർ ജ്ഞാനിയെ പ്രാപിക്കുന്നതിന് വേണ്ടി ജ്ഞാനിക്ക് ലക്ഷണങ്ങൾ ശാസ്ത്രങ്ങളിൽ പറയുന്നുണ്ട്. ഗുരുപസക്തി എന്ന് പറയും. ശ്രോത്രിയം ബ്രഹ്മനിഷ്ഠം ഗുരും സമുപഗച്ഛേത് എന്ന് മറ്റു ശ്രുതിയിൽ പറയും. ശ്രോത്രിയനും ബ്രഹ്മനിഷ്ഠനുമായിരിക്കുന്ന ഗുരുവിനെ സമീപിക്കണം എന്നും മറ്റും പറയും. ശ്രോത്രിയൻ വേദാധ്യയനം ചെയ്തവനെന്ന് വെച്ചാൽ വേദാധ്യയനം ചെയ്തുകൊണ്ട് മാത്രമല്ല, ശരിയായ ആത്മജ്ഞാനമുള്ളവൻ. ബ്രഹ്മനിഷ്ഠൻ അപരോക്ഷമായ ആ ജ്ഞാനത്തെ പ്രാപിച്ചിരിക്കുന്നവൻ, ആ ജ്ഞാനം സ്വാനുഭൂതി സമ്പന്നമായിരിക്കുന്നവൻ. അങ്ങനെയുള്ള ഗുരുവിനെ ശിഷ്യൻ സമീപിക്കണം, ജിജ്ഞാസുവായിട്ടുള്ളവൻ, ആത്മബോധത്തിന് വേണ്ടിയെന്ന് പറയുന്നുണ്ട്. അങ്ങനെ പറയുന്ന ശാസ്ത്രം തന്നെ അങ്ങനെയുള്ള ഗുരുക്കന്മാരുടെ ലക്ഷണവും പറയുന്നുണ്ട്. പക്ഷെ എന്നാലും ആ ലക്ഷണങ്ങളിലൂടെ ഗുരുവിനെ മനസ്സിലാക്കി ഗുരുവിനെ സമീപിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം ഈ ജ്ഞാനിയുടെ ലക്ഷണങ്ങൾ, ജ്ഞാനിയുടെ വ്യവഹാരം, ഇതൊന്നും സമാനം അല്ല. ഇതിനൊന്നും ഒരു സാമാന്യ രൂപം ഒരിക്കലും കൊടുക്കാൻ പറ്റത്തില്ല. അവര് പല രീതിയിലിരിക്കുന്നു, പല പ്രകാരത്തിലിരിക്കുന്നു. അതുകൊണ്ട് ലക്ഷണത്തിലൂടെ മനസ്സിലാക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്തുകൊണ്ട്? ജ്ഞാനിയുടെ വ്യവഹാരത്തിന് കാരണമായി പറയുന്നത് പ്രാരബ്ധമാണ്, പ്രാരബ്ധകർമ്മം. കർമ്മത്തെ മൂന്നായി തിരിക്കുന്നു: സഞ്ചിതം, പ്രാരബ്ധം, ആഗാമി. സാധാരണ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം, എല്ലാ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഈ മൂന്ന് തരത്തിൽ കർമ്മമുണ്ട്. സഞ്ചിതം എന്ന് പറയുമ്പോൾ ഇതുവരെ ഫലം തരാതെ ഇരിക്കുന്ന കർമ്മങ്ങളാണ് സഞ്ചിതം. ജീവന്മാര് അനന്തമാണ്, എണ്ണിത്തിട്ടപ്പെടുത്താൻ പറ്റത്തില്ല. 1 കോടിയെന്നോ 100 കോടിയെന്നോ പറയാൻ പറ്റത്തില്ല. അനന്തമാണ് ജീവന്മാര്. അതുകൊണ്ട് ഈ ജീവന്മാരുടെ കർമ്മങ്ങളും അനന്തമാണ്. അനന്തമായ കർമ്മങ്ങളാണുള്ളത്. അത് അനാദിയുമാണ്. അനന്തം എന്ന് വെച്ചാൽ അവസാനമില്ലാത്തതെന്നല്ല, എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയാത്ത കർമ്മങ്ങളുണ്ട്. അനാദിയാണ്. അതിനൊരു തുടക്കവും പറയാൻ പറ്റത്തില്ല. എന്ന് തുടങ്ങി ഈ കർമ്മപ്രവാഹം പറയാൻ പറ്റത്തില്ല. കർമ്മം ചെയ്യുന്നു, അതിൽ നിന്ന് വാസനയും അധിഷ്ഠവും ഉണ്ടാകുന്നു. അധിഷ്ഠത്തിന്റെ ഫലമായ സുഖദുഃഖങ്ങൾ ജീവൻ അനുഭവിക്കുന്നു. വാസനയാൽ പ്രേരിതനായി വീണ്ടും കർമ്മം ചെയ്യുന്നു. ഇതിങ്ങനെ അനാദിയായി സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു, ഒരു തുടക്കമില്ലാതെ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. ഈ ഒരു ജന്മം എന്ന് പറയുന്നത് മുമ്പുള്ള ഏതോ കർമ്മത്തിന്റെ അല്ലെങ്കിൽ ഏതോ ചില കർമ്മങ്ങളുടെ ഫലമാണ്. ഇനിയും ഫലം തരാത്ത അനന്തകർമ്മം ഉള്ളിലിരിപ്പുണ്ട്, അന്ധകരണത്തിൽ. ആ ജീവന്റെ ഉള്ളിലുണ്ട്, അവന്റെ അന്ധകരണത്തിലിരിപ്പുണ്ട്. സംസ്കാര രൂപത്തിലിരിക്കുകയാണ്, അധിഷ്ഠരൂപത്തിൽ, വാസനാരൂപത്തിലിരിക്കുകയാണ് ഈ അനന്തകോടി കർമ്മങ്ങൾ. ഈ ഇരിക്കുന്ന കർമ്മങ്ങൾ, ഇതുവരെ ഫലം തരാത്ത കർമ്മങ്ങളെ സഞ്ചിത കർമ്മം എന്ന് പറയുന്നു. ഈ കർമ്മം എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി അല്ല അവിടെ ഇരിക്കുന്നു എന്ന് പറയുന്നത്. പ്രവൃത്തിയിൽ നിന്നും നമ്മുടെ അന്ധകരണത്തിൽ ഉണ്ടാകുന്ന സംസ്കാരത്തെയാണ് കർമ്മം എന്ന് പറയുന്നത് ഇവിടെ. അപ്പൊ സഞ്ചിത കർമ്മം എന്ന് പറയുമ്പോൾ ഇതുവരെയുള്ള നമ്മുടെ പ്രവൃത്തികളിൽ നിന്നും, പ്രവൃത്തി എന്ന് പറയുമ്പോൾ വാക്കും ചിന്തയും പ്രവൃത്തിയും മൂന്നും എടുക്കണം. ത്രികരണം വ്യാപാരം, വാക്ക്, ചിന്ത, പ്രവൃത്തി, ഈ മൂന്നിൽ നിന്നും നമ്മുടെ അന്ധകരണത്തിലിരിക്കുന്ന അനന്തകോടി സംസ്കാരങ്ങൾ, അത് കുറെ സംസ്കാരങ്ങൾ ഫലം കൊടുത്തു കഴിഞ്ഞ്, അതാണ് ഇതുവരെയുള്ള ജന്മം.
ഈ ജന്മങ്ങളിൽ നിന്നെല്ലാം വീണ്ടും നമ്മൾ അനന്തമായ കർമ്മസംസ്കാരത്തെ സഞ്ചയിച്ച് അതിൽ ഏതോ ഒരു കർമ്മത്തിന്റെ അല്ലെങ്കിൽ ഏതോ ചില കർമ്മങ്ങളുടെ അത് ഏത് കർമ്മത്തിന്റെ ഫലമാണ് ഈ ജന്മം എന്ന് നമുക്കറിയാൻ പറ്റത്തില്ല. അത് ഈശ്വരന് മാത്രമേ അറിയാൻ പറ്റൂ. ഗഹന കർമ്മണോ ഗതി ഭഗവത്ഗീതയിലും പറയും. അതറിയുന്നത് ഭഗവാൻ മാത്രമേ, ഈശ്വരന് മാത്രമേ കർമ്മ നിയമം കർമ്മഗതി അറിയാൻ പറ്റത്തുള്ളൂ. ജീവൻ അതറിയാൻ കഴിയുന്നില്ല. ജീവൻ ആത്മജ്ഞനായതുകൊണ്ട് സർവജ്ഞന് മാത്രമേ അതറിയാൻ പറ്റൂ. അങ്ങനെ അനന്ത കർമ്മ സഞ്ചയിച്ച് ഈ ജന്മത്തിൽ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഇതുവരെ ഫലം തരാതെ നമ്മുടെ അന്ധകരണത്തിൽ സഞ്ചയിച്ചിരിക്കുന്ന ആ കർമ്മ സംസ്കാരങ്ങളെ പ്രാരബ്ധ സഞ്ചിത കർമ്മം എന്ന് പറയുന്നു. അതിൽ നിന്നും ഏതോ ചില കർമ്മങ്ങളാണ് ഈ ശരീരത്തിന്, ഈ ജന്മത്തിന്, ഈ ജീവിതത്തിന് കാരണമായിരിക്കുന്നു. ആ കർമ്മത്തെ പ്രാരബ്ധം പ്രകർഷേണ ആരബ്ധം ഫലം കൊടുക്കാൻ ആരംഭിച്ചു കഴിഞ്ഞത് എന്നുള്ള അർത്ഥത്തിൽ പ്രാരബ്ധ കർമ്മം എന്ന് പറയുന്നു. ഇതെല്ലാ ജീവികൾക്കും അങ്ങനെയാണ്. ഈ ശരീരം പ്രാരബ്ധ ഫലമാണ്, ഏതോ ഒരു കർമ്മത്തിന്റെ ഫലമാണ്. ഈ ജന്മത്തിലിരുന്നു കൊണ്ട് നമ്മൾ വീണ്ടും കർമ്മം ചെയ്യുന്നു, പ്രവൃത്തികൾ ചെയ്യുന്നു, ചിന്തിക്കുന്നു, പറയുന്നു. ഇതെല്ലാം വീണ്ടും സംസ്കാരത്തെ ഉണ്ടാക്കുന്നു. ഭാവിയിൽ ഒരു ജന്മത്തിനോ അല്ലെങ്കിൽ അനേക ജന്മങ്ങൾക്കോ ഇതെല്ലാം കാരണമായി തീരാം. അത് നമുക്ക് അറിയാൻ പറ്റത്തില്ല. ഈശ്വരനെ അറിയാൻ കഴിയും. അതിനെ ആഗാമി കർമ്മം എന്ന് പറയുന്നു. ഈ ജന്മത്തിൽ നിന്നും നമ്മൾ സഞ്ചയിക്കുന്ന സംസ്കാരം, കർമ്മ സംസ്കാരം, അതിന് ആഗാമി എന്ന് പറയുന്നു. ഇങ്ങനെ 3 തരത്തിലാണ് കർമ്മം നയിക്കുന്നത്. അതിലൊരു സാധാരണ ജീവനെ സംബന്ധിച്ചിടത്തോളം, ആത്മബോധമില്ലാത്ത ഒരുവനെ സംബന്ധിച്ചിടത്തോളം അയാളിനി ഈ അനന്തകോടി ജന്മങ്ങളുടെ പ്രാരബ്ധകർമ്മം അനുഭവിക്കേണ്ടതായിട്ടുണ്ട്. ജ്ഞാനം നേടി മോക്ഷം നേടുന്നതുവരെ ഇതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. അതോടൊപ്പം ഓരോ ജന്മങ്ങളിലും അയാൾ ആഗാമി സംസ്കാരത്തെയും സഞ്ചയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ജന്മത്തിൽ തന്നെ ചിലപ്പോൾ അനന്ത ജന്മങ്ങളിലേക്കുള്ള കർമ്മ സംസ്കാരത്തെ നമ്മൾ സഞ്ചയിച്ചെന്നിരിക്കാം. അതെല്ലാം അതും സ്മൃതികളിലും മറ്റും പറയുന്നുണ്ട്. ബ്രഹ്മഹത്യാപാപം പോലെയുള്ള പാപം ചെയ്തു കഴിഞ്ഞാൽ ആ ഒരു പാപത്തിന് ഒരു ഫലമല്ല, അനേക ജന്മങ്ങളുടെ ഫലം അനുഭവിക്കേണ്ടി വരുമെന്നും മറ്റും പറയുന്നുണ്ട്. ഒരു ജന്മം കൊണ്ട് അതിന്റെ ഫലം അനുഭവിച്ചു തീർക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഒരു കർമ്മം തന്നെ അനേക ജന്മങ്ങളെ ഉണ്ടാക്കാം. അപ്പോൾ ആഗാമി സംസ്കാരം, അനേക ജന്മങ്ങൾക്കുള്ള സംസ്കാരത്തെ ഈ ഒരു ജന്മത്തിൽ തന്നെ നമ്മൾ സഞ്ചരിക്കുന്നുണ്ട്. ഇത് സാധാരണ മനുഷ്യന്റെ ജീവന്മാരുടെ അവസ്ഥ. ജ്ഞാനിയെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലോ ജ്ഞാനാഗ്നി സർവകർമാണി ഭസ്മസാത് കുരുതേ, ഭഗവാൻ ഗീതയിൽ പറയുന്നു. ജ്ഞാനാഗ്നി സർവകർമ്മങ്ങളെയും നശിപ്പിക്കുന്നു. അതായത് സഞ്ചിതമായ കർമ്മം മുഴുവൻ നശിക്കുന്നു. അതെങ്ങനെയാണ് നശിക്കുന്നത്? അന്ധകരണത്തോട്, അതിനോട് താതാത്മ്യപ്പെട്ടിരിക്കുന്ന ശരീരത്തോട് എല്ലാം താതാത്മ്യപ്പെട്ട് അധ്യാസം കൊണ്ട് ഞാൻ ഇതാണ്, ഈ ശരീരമാണ്, എനിക്ക് ജനനവും മരണവും ഉണ്ട്, ഞാൻ ജീവിക്കുന്നു, ഇങ്ങനെയുള്ള ബോധത്തോടു കൂടി നിൽക്കുന്നവനാണ് ഈ സഞ്ചിതം, പ്രാരബ്ധം, ആഗാമി തുടങ്ങിയ കർമ്മങ്ങളുള്ളത്. ജ്ഞാനിയെ സംബന്ധിച്ചിടത്തോളം ശരീരത്തോടോ അന്ധകരണത്തോടോ യാതൊരു ബന്ധവുമില്ല. താൻ അസംഗനായ ആത്മാവാണ് എന്നറിയുന്നു. തന്നെ കർമ്മങ്ങളില്ല. സഞ്ചിതമോ പ്രാരബ്ധമോ ആഗാമിയോ ആയിട്ടുള്ള കർമ്മങ്ങളൊന്നും തന്നിൽ നിലനിൽക്കുന്നില്ല. അസംഗമായ ആത്മാവിൽ രണ്ടാമതൊന്നും ഇരിക്കാൻ സ്ഥലമില്ല എന്നറിയുന്ന ജ്ഞാനിയെ സംബന്ധിച്ചിടത്തോളം അവിടെ കർമ്മമില്ല. ആ അറിവാണ് ജ്ഞാനം. ആ അറിവ് കർമ്മത്തെ തന്നിൽ നിന്നും അകറ്റി, അല്ലെങ്കിൽ കർമ്മത്തെ നശിപ്പിച്ചു. അവിടെ പിന്നീട് കർമ്മങ്ങളൊന്നും നിൽക്കുന്നില്ല. കർമ്മങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നീട് ശരീരത്തെ ഉണ്ടാക്കിയൊരു കർമ്മമുണ്ടല്ലോ, പ്രാരബ്ധം. ശരീരം കാണുന്നുണ്ടല്ലോ, കാരണം നശിച്ചു കഴിഞ്ഞാൽ കാര്യവും നശിക്കണം. അതായത് മണ്ണ് കൊണ്ട് കുടം ഉണ്ടാക്കി, മണ്ണിനെ നമ്മളങ്ങ് നശിപ്പിച്ചാൽ കുടവും നശിക്കും. കർമ്മമാണ് ശരീരത്തിന് കാരണമെന്ന് പറഞ്ഞു. അപ്പൊ കർമ്മങ്ങളെല്ലാം ജ്ഞാനം കൊണ്ട് നശിച്ചു കഴിഞ്ഞാൽ ഈ ശരീരവും നശിക്കേണ്ടതാണ്. പിന്നെ ശരീരം കാണപ്പെടാൻ പാടില്ല. നാശം 2 തരത്തിൽ സംഭവിക്കാം. ചിലപ്പോൾ നശിക്കുമ്പോൾ ആ വസ്തു പൂർണ്ണമായും നശിക്കുന്നു.
പക്ഷെ ചിലപ്പോ അതിന്റെ രൂപം അങ്ങനെ തന്നെ നിലനിൽക്കുന്നു, അതിന്റെ ഉണ്മ സത്ത നശിച്ചു പോകുന്നു, അങ്ങനെയും വരാം. നമ്മൾ വസ്ത്രത്തിന്റെ ഉദാഹരണം പറയുന്നു. വസ്ത്രത്തെ കത്തിച്ചു കഴിഞ്ഞാൽ, കാറ്റടിക്കാത്ത സ്ഥലത്തിട്ട് വസ്ത്രത്തെ കത്തിച്ചു കഴിഞ്ഞാൽ അതിന്റെ ആ രൂപം നശിക്കുന്നില്ല, ആ ആകൃതി അതുപോലെ തന്നെ ഇരിക്കുന്നു. ചതുരാകൃതിയിലുള്ള വസ്ത്രമാണെങ്കിൽ നമ്മളവിടെ ചതുരാകൃതി കാണുന്നുണ്ട്, പക്ഷെ അത് ഭസ്മമായിപ്പോയി, ഭസ്മത്തിലാണ് അത് കാണുന്നതെന്നേ ഉള്ളൂ. അതുപോലെ സർവ്വകർമ്മങ്ങളും നശിച്ചാലും കർമ്മം നശിച്ചിട്ട് അതിന്റെ നിഴല് പോലെ തുടരുന്നു. അതാണ് ജ്ഞാനിയുടെ പ്രാരബ്ധം എന്ന് പറയുന്നത്. അജ്ഞാനിയുടെ പ്രാരബ്ധം പോലെയല്ല, അജ്ഞാനിക്കും പ്രാരബ്ധമുണ്ട്. അജ്ഞാനിയുടെ പ്രാരബ്ധത്തിൽ എന്താണ്? അയാള് ശരീരത്തെ, കർമ്മത്തെ എല്ലാം സത്യമായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ജ്ഞാനിയുടെ പ്രാരബ്ധം എന്ന് പറയുന്നതോ നശിച്ചതിനെ വീണ്ടും അയാൾ അതിന്റെ നിഴല് പോലെ കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന് പറയാം, നമ്മൾക്ക് മനസ്സിലാകുന്ന രീതി. അപ്പൊ ജ്ഞാനിയുടെ പ്രാരബ്ധവും അജ്ഞാനിയുടെ പ്രാരബ്ധവും വ്യത്യസ്തമാണ്. അതുകൊണ്ടാണ് ജ്ഞാനിക്ക് പ്രാരബ്ധം ഉണ്ട് എന്ന് പറയുന്നത്. ജ്ഞാനിക്ക് പ്രാരബ്ധം ഉണ്ട് എന്ന് പറയുമ്പോൾ ജ്ഞാനിക്ക് ഈ ജന്മവും ഈ ശരീരവും എല്ലാം സത്യമാണെന്നുള്ള അർത്ഥത്തിലല്ല, എല്ലാം നശിച്ചതിന്റെ വീണ്ടും ഒരു പ്രതീതി നശിക്കുന്നു, പക്ഷെ അതിന്റെ രൂപം വീണ്ടും നിലനിൽക്കുന്നു. അങ്ങനെ നിലനിൽക്കുന്നു. അതായത് പൂച്ച, അത് ചത്തുകഴിഞ്ഞാൽ പിന്നെ അതിനെ എലിയെ പിടിക്കാൻ പറ്റത്തില്ല. ചത്ത പൂച്ചയെ പോലെയാണ് ജ്ഞാനിയുടെ പ്രാരബ്ധം എന്ന് പറയുന്നത്. അത് നശിച്ചു കഴിഞ്ഞു, പിന്നീട് അതിന് പ്രവർത്തിക്കാൻ എലികൾ പിന്നെ അതിനെ ഭയക്കേണ്ട കാര്യമില്ല. അതുപോലെ ജ്ഞാനിയുടെ ശരീരവും പ്രവൃത്തിയും വാക്കും മനസ്സും എല്ലാം നിലനിൽക്കുന്നു. അപ്പൊ ആ പ്രാരബ്ധം, അതാണ് പ്രാരബ്ധം നിലനിൽക്കുന്നു എന്ന് പറയുന്നത്. ജ്ഞാനിയുടെ പ്രവർത്തനങ്ങൾ ഒരിക്കലും ഫലത്തെ ഉണ്ടാക്കുന്നില്ല. ഫലത്തെ ഉണ്ടാക്കാത്തതുകൊണ്ട്, അതായത് ഫലം എന്ന് പറയുമ്പോൾ കർമ്മത്തിന്റെ ഫലം എന്ന് പറയുന്നത് മുഖ്യമായി ജന്മമാണ്. അതാണ് കർമ്മത്തിന്റെ ഫലം എന്ന് പറയുന്നത്. അപ്പൊ ആ ഫലത്തെ ഉണ്ടാക്കാത്തതുകൊണ്ട് പിന്നീട് ജ്ഞാനിക്ക് ജന്മവുമില്ല. അതുകൊണ്ട് ആഗാമി കർമ്മങ്ങളും ജ്ഞാനിയെ ബാധിക്കുന്നില്ല. ആഗാമി കർമ്മവും ജ്ഞാനിയെ സംബന്ധിച്ചിടത്തോളം അപ്പൊ കേവലം ആ പ്രാരബ്ധത്തിന് അനുസരിച്ചാണ് ശരീരം, പ്രവൃത്തികളെല്ലാം ജ്ഞാനിയിൽ കാണപ്പെടുന്നത്. ആ പ്രാരബ്ധം ഓരോ വ്യക്തിയിലും ഓരോ തരത്തിലായിരിക്കും. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. എന്താണ്? ജ്ഞാനിയെ ബാഹ്യമായ ലക്ഷണങ്ങളിലൂടെ ധരിക്കാൻ, മനസ്സിലാക്കാൻ പ്രയാസമാണ്. ഓരോ വ്യക്തിയുടെയും പ്രാരബ്ധം വിലക്ഷണമാണ്. നമ്മളെല്ലാവരും മനുഷ്യരാണെങ്കിലും, മനുഷ്യജന്മം കിട്ടേണ്ട പ്രാരബ്ധമാണെങ്കിലും ഓരോ വ്യക്തിയുടെയും മനസ്സും ചിന്തയും പ്രവൃത്തിയും വാക്കും എല്ലാം വ്യത്യസ്തമാണ്, ഭിന്നമാണ്. ഓരോ വ്യക്തിയുടെയും പ്രാരബ്ധം എന്ന് പറയുന്നത് ഭിന്നമായിരിക്കുന്നതുകൊണ്ട് ജ്ഞാനിയിലും അത് തന്നെ സംഭവിക്കുന്നത്. എല്ലാ ജ്ഞാനികളുടെയും പ്രാരബ്ധം ഒന്നുപോലെ തന്നെ വിലക്ഷണമായിരിക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ എങ്ങനെ ജ്ഞാനിയെ തിരിച്ചറിയാൻ പറ്റും? ജ്ഞാനിക്കൊരു പൊതുവായ ഒരു ലക്ഷണം പറഞ്ഞു കഴിഞ്ഞാൽ ആ ലക്ഷണം വെച്ച് നമുക്ക് മനസ്സിലാക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഏത് രീതിയിൽ എങ്ങനെ വരും? ചില ആചാര്യന്മാർ പറയുന്നുണ്ട്, സുരേശ്വരാചാര്യരും മറ്റും, ജ്ഞാനിയുടെ പ്രാരബ്ധാധീനമായ വ്യവഹാരത്തിന് നിയമം വേണം, നിയമമനുസരിച്ചായിരിക്കും എന്ന് പറഞ്ഞാൽ ജ്ഞാനിയുടെ പ്രവർത്തനത്തിൽ യാതൊരു അപാകതയും നമ്മൾ കാണാൻ പാടില്ല. ആ രീതിയിലായിരിക്കണം, കുറ്റമറ്റ പ്രവൃത്തികളായിരിക്കണം. വിദ്യാരണ്യസ്വാമി പോലെയുള്ളവര് പറയുന്നത് അതും പറയാൻ പറ്റത്തില്ല, പഞ്ചദശിയും മറ്റു കഴിയും. ജ്ഞാനിയുടെ വ്യവഹാരത്തിന് യാതൊരു തരത്തിലും നിയമവും നമുക്ക് കൽപ്പിക്കാൻ പറ്റത്തില്ല. അതായത് നിയമം വേണമെന്ന് പറയുന്നവരെന്താണ് പറയുന്നത്? ജ്ഞാനം പ്രാപ്തമാകുന്നതിന് വേണ്ടി ഒരാൾ സാധനങ്ങൾ അനുഷ്ഠിക്കുന്നു. ശമം, ദമം, അതൊക്കെ നമ്മൾ പഠിക്കും. ഈ ശമദമാദി സാധനങ്ങൾ കൊണ്ട് ഇയാളിരിക്കുന്ന ദോഷങ്ങളെല്ലാം പോകുന്നു, കാമാദി ദോഷങ്ങളെല്ലാം നശിക്കുന്നു. അപ്പൊ ജ്ഞാനി ശുദ്ധനാകുന്നു, അന്ധകരണ ശുദ്ധി അത് വരുന്നു. ആ അന്ധകരണ ശുദ്ധി ഉള്ളതുകൊണ്ട് ജ്ഞാനിയിൽ നിന്ന് പിന്നീട് അസദ് വ്യവഹാരങ്ങളൊന്നും തന്നെ ഉണ്ടാകാൻ പാടില്ല. കോ ഭേദു അശുചി ഭക്ഷണേ നൈഷ്കർമ്മ്യ സിദ്ധിയിലും മറ്റും പറയുന്നുണ്ട്. ജ്ഞാനിയിൽ നിന്ന് എന്തെങ്കിലും അസദ് വ്യവഹാരം ഉണ്ടായിക്കഴിഞ്ഞാൽ, ഒരു നായും ജ്ഞാനിയും തമ്മിൽ എന്താ വ്യത്യാസം? നായ അശുചി ഭക്ഷിക്കുന്നു, മലം ഭക്ഷിക്കുന്നു, അതുപോലെ ജ്ഞാനിയും ഭക്ഷിക്കേണ്ടതാണല്ലോ. അപ്പൊ അങ്ങനെ സംഭവിക്കാൻ പാടില്ലല്ലോ. അതുകൊണ്ട് ജ്ഞാനിയിൽ നിന്ന് അസദ് വ്യവഹാരമൊന്നും വരാൻ പാടില്ല. ജ്ഞാനിയുടെ എല്ലാ ദോഷങ്ങളും അത് നശിച്ചുപോയി. എല്ലാ ദോഷങ്ങളും നശിച്ച് അന്ധകരണം പരിപൂർണ്ണ ശുദ്ധമായി കഴിഞ്ഞാൽ അവിടെ പിന്നീട് വേറെ
നമ്മൾക്ക് അനിഷ്ടമായി ജ്ഞാനിയിൽ നിന്നും ഒന്നും ഉണ്ടാകാൻ പാടില്ല, എല്ലാം ശുദ്ധമായ വ്യവഹാരമായിരിക്കണം എന്നൊരു ചിന്താഗതിയുണ്ട്. അങ്ങനെ പ്രൗഢിവാദം എന്ന് പറഞ്ഞ് മറ്റുള്ള, അതായത് അങ്ങനെയൊന്നും ഉണ്ടായിരിക്കുന്ന നല്ലതാണ്, ലോകവ്യവഹാരത്തിനും അത് നല്ലതാണ്. കാരണം ലോകത്തിൽ ജ്ഞാനിയും ലോകനീതിക്കും നിരക്കാത്ത രീതിയിൽ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ പിന്നെ അജ്ഞാനികളുടെ കാര്യം പറയാനുണ്ടോ? യദ്യദാചരതി ശ്രേഷ്ഠ തത്തദൈവ ഇതരോ ജന എന്നും മറ്റും ഭഗവത്ഗീതയിലും മറ്റും പറയുന്നുണ്ടല്ലോ. ശ്രേഷ്ഠന്മാരെന്താണ് ആചരിക്കുന്നു അതുകൊണ്ടാണ് മറ്റുള്ളവരും പ്രവർത്തിക്കേണ്ടത്. അപ്പൊ ജ്ഞാനി തന്നെ ഇഷ്ടം പോലെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ സാധാരണ ജനങ്ങൾ അതിനെ അനുകരിച്ചിട്ട് പ്രവർത്തിക്കും. അങ്ങനെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ലോക വ്യവഹാരം സങ്കീർണമാവും, ധർമ്മവും നീതിയൊന്നും ലോകത്തിൽ നടപ്പിലാക്കാൻ പറ്റാതെ വരും. ജനങ്ങളെല്ലാം യഥേഷ്ട വ്യാപാരം ചെയ്യും. ലോകത്തിൽ മനുഷ്യന് നീതിബോധം നഷ്ടപ്പെടും, ജീവിതം വലിയ സമൂഹ ജീവിതം ദുസ്സഹമായി തീരും. അതുകൊണ്ട് ജ്ഞാനിയുടെ പ്രവർത്തനങ്ങളെല്ലാം കുറ്റമറ്റതായിരിക്കണം എന്ന് സമൂഹത്തെ പഠിപ്പിക്കാൻ വേണ്ടി അങ്ങനെ പറയുകയാണ്. അങ്ങനെ പറയുന്നുണ്ടെങ്കിലും അങ്ങനെ ആയിരിക്കുന്നത് നന്ന്. പക്ഷെ ജ്ഞാനിയുടെ വ്യവഹാരത്തിന് അങ്ങനെ ഒരു നിയമം ഒരിക്കലും വയ്ക്കാൻ പറ്റത്തില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ജ്ഞാനി അങ്ങനെയാണെങ്കിൽ ജ്ഞാനി പിന്നെ നമ്മളങ്ങനെ തിരിച്ചറിയും? വ്യവഹാരത്തിൽ നിന്ന് തിരിച്ചറിയാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ വിദ്യാരണ്യസ്വാമിയും മറ്റും പറയുന്നത് ജ്ഞാനിയും പ്രവർത്തിക്കുന്നത് പ്രാരബ്ധമനുസരിച്ചാണ്. പ്രാരബ്ധം എന്ന് പറയുന്നത് സ്വേച്ഛ, പരേച്ഛ, അങ്ങനെ വരാം, അനിച്ഛ, 3 തരത്തിൽ വരാം. സ്വേച്ഛയാ വരാം, അനിച്ഛയാ വരാം, പരേച്ഛയ, 3 തരത്തിലും വരാം. അതായത് ജ്ഞാനി പരിപൂർണ ശുദ്ധനാകുന്നു എന്ന് പറഞ്ഞല്ലോ, ജ്ഞാനിയുടെ കർണങ്ങളും മനസ്സും അത്യധികം ശുദ്ധമാകുന്നു എന്ന് പറഞ്ഞല്ലോ. ഈ കർണങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്ന എന്തുകൊണ്ട്? പഞ്ചഭൂതങ്ങൾ കൊണ്ടാണ്. പഞ്ചഭൂതങ്ങൾ എന്ന് പറയുന്നത് സത്വരജ തമോ ഗുണാത്മകമാണ്. സത്വരജ തമോ ഗുണങ്ങൾക്കൊരു പ്രത്യേകതയുള്ളത്, ഒരിക്കലും ഒരു ഗുണത്തിനായിട്ട് മാത്രം നിൽക്കാൻ പറ്റത്തില്ല. അത് സാഖ്യ തത്വം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. സാഖ്യന്മാരുടെ സംഭാവനയാണ് ഈ ഗുണനിരൂപണം. അവർ പറയുന്നത് സത്വഗുണത്തിന് ഒരിക്കലും ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റത്തില്ല, രജസും തമസും കൂടിയേ നിൽക്കും. ഇപ്പൊ രജസും തമസും കൂടിയോ കുറഞ്ഞോ ഇരിക്കാം. അപ്പൊ അത്യന്ത സത്വം എന്ന് പറഞ്ഞാൽ അതിന് ഇത്രേ അർത്ഥമുള്ളൂ, രജസും തമസും ഇല്ലാന്നല്ല. രജസും തമസും അവിടെ കഴിയുന്നത്ര കുറഞ്ഞിരിക്കുമെന്നുള്ളതാണ്. അപ്പോ അന്ധകരണം, മനസ്സ് എവിടെയെങ്കിലും നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് ജ്ഞാനിയിലായാലും ശരി അജ്ഞാനിയിലായാലും ശരി അവിടെ രജസും തമസും കാണും. സത്വം കൂടുതലാണെങ്കിലും ദേശമില്ലെങ്കിൽ അവിടെ അന്ധകരണമില്ല. അത് സ്വരൂപേണ തന്നെ നശിച്ചുപോയി എന്ന് മനസ്സിലാവും. അത് നിലനിൽക്കുന്നുണ്ടെങ്കിൽ അവിടെ രജസും തമസും ഉണ്ടെങ്കിൽ രജസും തമസും ദോഷമാണ്, കുറച്ച് ദോഷങ്ങളും വരും. അപ്പൊ ചോദിക്കും, അങ്ങനെ ദോഷങ്ങളുണ്ടെങ്കിൽ എങ്ങനെ ജ്ഞാനമുണ്ടായി? പറയുന്നു, എല്ലാ ദോഷവും ജ്ഞാനത്തിന് തടസ്സമല്ല. ജ്ഞാനത്തിന് പ്രതിബന്ധമായി നിൽക്കുന്ന ദോഷങ്ങളാണ് നമുക്കിപ്പോൾ ജ്ഞാനം ഉണ്ടാക്കാത്തത്. നമ്മൾ ശ്രവണം ചെയ്യുന്നു, മനനം ചെയ്യുന്നു, നിധ്യാസനം ചെയ്യുന്നു, സംശയവിപര്യങ്ങളെല്ലാം മാറി ജ്ഞാനം അപരോക്ഷമായി പ്രകാശിക്കുന്നില്ല. താൻ ആത്മാവാണെന്നുള്ള ദൃഢമായ അനുഭവം ഉണ്ടാകുന്നില്ല. എന്തുകൊണ്ട്? ദോഷങ്ങൾ നിൽക്കുന്നതുകൊണ്ടാണ്. രജസ്സും തമസ്സിന്റെയും ദോഷങ്ങൾ നിൽക്കുന്നു. ഈ ദോഷങ്ങൾ എങ്ങനെ നിൽക്കുന്നു? തടസ്സമായി നിൽക്കുന്നു, ജ്ഞാനത്തിന് തടസ്സമായി നിൽക്കുന്നു, ജ്ഞാനത്തിന് വിഘ്നമായി നിൽക്കുന്നു. അപ്പൊ ജ്ഞാനത്തിന് വിഘ്നമായി നിൽക്കുന്ന ദോഷങ്ങൾ മാറിയാൽ ജ്ഞാനം പ്രകാശിക്കും. ഒരു ജ്ഞാനിയിലും ജ്ഞാനത്തിന് വിഘ്നമായി നിൽക്കുന്ന ദോഷങ്ങൾ മാറിയാൽ മതി. എന്നുവെച്ചാൽ പൂർണ്ണമായി ദോഷം കരണങ്ങളിൽ നിന്ന് മാറത്തില്ല, കുറേയൊക്കെ അത് നിൽക്കും. അത് ജ്ഞാനത്തിന് തടസ്സമല്ലെങ്കിൽ അത് കൊണ്ട് പ്രത്യേകിച്ച് ശല്യമൊന്നുമില്ല എന്നാണ്. അതായത് സത്വം വർദ്ധിച്ചു നിൽക്കുന്നെങ്കിലും രജസിന്റെയും തമസിന്റെയും ഒക്കെ സ്വാധീനം അന്ധകരണത്തിലും മറ്റ് ഇന്ദ്രിയങ്ങളിലുമെല്ലാം വരാം. അപ്പോ ലേശമായ ദോഷാനുവൃത്തി ജ്ഞാനിയുടെ അന്ധകരണത്തിലും വരാം. അത് ജ്ഞാനത്തിന് തടസ്സമല്ല, ജ്ഞാനത്തിനത് വിഘ്നമല്ല. ജ്ഞാനത്തിന് വിഘ്നമായിരുന്നെല്ലാം നശിച്ചു. അന്ധകരണ ശുദ്ധി എന്ന് പറയുന്നതിന് അത്രയും അർത്ഥം കൊടുത്താൽ മതി, അതിൽ കൂടുതൽ അർത്ഥം കൊടുക്കേണ്ടെന്നാണ്. അങ്ങനെ വരുമ്പോ
ദോഷലേശം ജ്ഞാനിയിലും കാണും. ജ്ഞാനിയുടെ ആ അന്ധകരണത്തിനും എല്ലാം കാണും. പ്രാരബ്ധ രൂപത്തിൽ കാണപ്പെടുന്ന ശരീരത്തിനും മനസ്സിനും ഇന്ദ്രിയങ്ങളിലും എല്ലാം കാണും. അതനുസരിച്ച് ജ്ഞാനിയുടെ പ്രാരബ്ധവും സ്വേച്ഛ, പരേച്ഛ, അനിച്ഛ രൂപത്തിൽ കാണും. അങ്ങനെ വരാം എന്നാണ്. സ്വേച്ഛയുള്ള പ്രാരബ്ധം എന്ന് പറയുന്നത് എന്താണ്? പ്രമേഹ രോഗമുള്ളവനോട് ഡോക്ടർ പറഞ്ഞു മധുരം കഴിക്കരുതെന്ന് പറഞ്ഞു. അപ്പൊ അയാൾക്കറിയാം എന്താണ് മധുരം കഴിക്കാൻ പാടില്ല, മധുരം കഴിച്ചു കഴിഞ്ഞാൽ ഷുഗർ കൂടും, രോഗം മൂർച്ഛിക്കും, മരണം വരെ സംഭവിക്കും എന്നറിയാം, വ്യക്തമായും അറിയാം. അറിയാമെങ്കിലും മധുരം കാണുമ്പോൾ കഴിക്കാനുള്ള ആഗ്രഹം ഉണ്ടാകും, ആരും കാണാതെ മധുരം കഴിക്കുകയും ചെയ്യും. ഇതിനാണ് സ്വേച്ഛാ പ്രാരബ്ധം എന്ന് പറയുന്നത്. ജ്ഞാനിയിലും ഇതുപോലെ സംഭവിക്കാവുന്നതാണ്. ജ്ഞാനിക്കും പ്രഷർ, ഷുഗർ എല്ലാം ഉണ്ട്. ഡോക്ടർമാർ പറഞ്ഞ് മധുരം കഴിക്കരുതെന്ന് പറഞ്ഞു. പക്ഷെ ജ്ഞാനിയും ആരും കാണാതെ ചിലപ്പോൾ ജിലേബി, ലഡു ഒക്കെ കണ്ടു കഴിഞ്ഞാൽ കഴിച്ചെന്നിരിക്കും. സ്വേച്ഛാ പ്രാരബ്ധം അങ്ങനെ സംഭവിക്കാമെന്നുള്ളതാണ്. ജ്ഞാനത്തെ ബാധിക്കുന്നില്ല. ജ്ഞാനിയുടെ വ്യവഹാരം ഒരിക്കലും ജ്ഞാനത്തെ ബാധിക്കുന്നില്ല എന്നാണ്. അതുകൊണ്ട് ചിലപ്പോൾ ശരീരം നശിച്ചെന്നിരിക്കാം. ശരീരം നശിച്ചാലും ജ്ഞാനത്തെ ബാധിക്കുന്നില്ല എന്നാണ്. ആണ് സ്വേച്ഛാ പ്രാരബ്ധം. അപ്പൊ അങ്ങനെയുള്ളത് അജ്ഞാനിയിൽ എങ്ങനെയാണോ സംഭവിക്കുന്നത്, ഇതുപോലെ സ്വേച്ഛയിലാണ് അത് ചെയ്യുന്നത്, അറിഞ്ഞുകൊണ്ട്. അത് ജ്ഞാനിയിൽ സംഭവിക്കാവുന്നതാണ്. പഞ്ചദശിയിൽ തൃപ്തി ദീപ്തി പ്രകടനത്തിൽ ഈ കാര്യം വായിച്ചു നോക്കുക, അവിടെ ചർച്ച ചെയ്യുന്നുണ്ട് ഈ വിഷയം. അതുപോലെ തന്നെ പരേച്ഛ, അനിച്ഛ. അനിച്ഛ പ്രാരബ്ധം എന്ന് പറയുന്നത് എന്താണ്? ഉണങ്ങിയല, കരിയില എന്ന് പറയും മലയാളത്തിൽ. കരിയില കാറ്റത്ത് സഞ്ചരിക്കുന്നു. അതിന് ഇന്ന ദിക്കിലേക്ക് പോകണമെന്നില്ല, വടക്കോട്ടോ തെക്കോട്ടോ പടിഞ്ഞാറോട്ടോ പോകണമെന്നതിനില്ല. പക്ഷെ അതെന്ത് ചെയ്യുന്നു? കാറ്റിനനുസരിച്ച് അതിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നു. എവിടെയെങ്കിലും പോയി വീഴുന്നു, വീണ്ടും അവിടെ നിന്ന് ഉയർന്നു പോകുന്നു, വീണ്ടും വീഴുന്നു, വീണ്ടും ഉയർന്നു പോകുന്നു. അതെല്ലാം കാറ്റിനനുസരിച്ചാണ്. അതുപോലെ പ്രാരബ്ധ വേഗമനുസരിച്ച് ജ്ഞാനിയുടെ ശരീരവും ഇന്ദ്രിയങ്ങളും എല്ലാം ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും. അവിടെ സ്വേച്ഛയല്ല. താൻ ഇച്ഛിക്കുകയോ ഇച്ഛിക്കാതിരിക്കുകയോ ചെയ്യുന്നില്ല. ഉണങ്ങിയ ഇലയ്ക്ക് ഇച്ഛിക്കാൻ അല്ലെങ്കിൽ ഇച്ഛിക്കാതിരിക്കാൻ രണ്ടിനും പറ്റുന്നില്ല. അതിൽ ചേതനം വ്യവഹാരമില്ല. എന്നാലും അതിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് അതും പറയാൻ പറ്റത്തില്ല. അത് ഇച്ഛിച്ച് പ്രവർത്തിക്കുന്നു എന്നും പറയാൻ പറ്റത്തില്ല. അങ്ങനെ അല്ലാതെ ജ്ഞാനിയിൽ പ്രവർത്തിക്കും. ജ്ഞാനി പ്രവർത്തിക്കാം. യാതൊരു ഇച്ഛയും കൂടാതെ തന്നെ അവിടെ പ്രവൃത്തി സംഭവിക്കാം. സഹജമായിട്ടുള്ള പ്രവൃത്തി എന്ന്. ഏതുപോലെ ഇച്ഛിക്കാതെ പ്രവർത്തിക്കും. ശ്വാസോച്ഛ്വാസം നമ്മൾ ചെയ്യുന്നുണ്ട്. എനിക്ക് ശ്വസിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടല്ല. ഒരുപക്ഷെ നമ്മുടെ ഇച്ഛ അതിസൂക്ഷ്മമായി നമ്മുടെ അന്ധകരണത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഈ ശ്വാസോച്ഛ്വാസം എന്ന് പറയുന്ന സഹജ പ്രവൃത്തിയെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും സംസ്കാര രൂപത്തിൽ. പക്ഷെ ബോധപൂർവമായ ഇച്ഛ അവിടെ ഇല്ല. ആഹാരം കഴിക്കാൻ ആഗ്രഹിക്കുന്നത് പോലെ ആഗ്രഹിച്ചല്ല ശ്വസിക്കുന്നത്. അതുപോലെ ശ്വാസോച്ഛ്വാസം പോലെ സഹജമായ ജ്ഞാനിയിൽ ഇച്ഛ കൂടാതെയുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ സംഭവിക്കാം. അങ്ങനെ പ്രവർത്തനം നടക്കണമെങ്കിലും അതിന് എന്തെങ്കിലും ദോഷങ്ങൾ അവിടെ ഉണ്ടായിരിക്കണം. രജസ്തമോ ദോഷങ്ങൾ അവിടെ ഉണ്ടായിരിക്കും. ഇനി പരേച്ഛകൊണ്ട് പ്രവർത്തിക്കാം. പരേച്ഛകൊണ്ട് ജ്ഞാനികൾ പ്രവർത്തിക്കും. പരേച്ഛ എന്ന് പറഞ്ഞാൽ ജ്ഞാനി ആത്മനിഷ്ഠയിലിരിക്കുന്നു. ശിഷ്യൻ ഇങ്ങനെ ശല്യപ്പെടുത്തുകയാണ്, എനിക്ക് ആത്മാവിനെ കുറിച്ച് അറിയണം, ഉപദേശിക്കണം. അപ്പോ അവിടെ പരേച്ഛ, ശിഷ്യന്റെ പ്രേരണ, ശിഷ്യപ്രേരണ, അതാണ് പരേച്ഛ. അപ്പൊ ലോകത്തിൽ അഹൈതുക ദയാസിന്ധു എന്ന് ജ്ഞാനികളെ കുറിച്ച് പറയും. ദയാസിന്ധുവാണ്, ദയാസമുദ്രമാണ്. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? ലോകരുടെ ഈ അജ്ഞാനാവസ്ഥ, അവരുടെ കഷ്ടപ്പാടുകൾ, ജന്മം, ജീവിതം, മരണം കൊണ്ട് ജീവികൾ അനുഭവിക്കുന്ന വ്യഥ, ഇതിനാൽ പ്രേരിതനായിട്ട് അവരുടെ പ്രാർത്ഥന കൊണ്ട് പ്രവർത്തിക്കുന്നു. ലോകസംഗ്രഹ പ്രവൃത്തികളിൽ ഏർപ്പെടുന്നു. പരേച്ഛ പ്രവൃത്തികളിലിരിക്കുന്നു.
അങ്ങനെ പ്രവർത്തിക്കുന്നത്. ലോകസംഗ്രഹ പ്രവൃത്തികളിൽ പരേച്ഛ കൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. അത്തരം പ്രവൃത്തികൾ കൊണ്ട് ജ്ഞാനിക്കൊന്നും നേടാനില്ല. അത് പരേച്ഛ പ്രവൃത്തിയാണ്. അങ്ങനെയുള്ള പ്രവൃത്തി നടക്കുന്നതിനും ഈ പറയുന്ന ബാധിതമായ രീതിയിലുള്ള ത്രിഗുണങ്ങൾ അത്തരം പ്രവൃത്തിക്ക് രജസ്തമോ ഗുണങ്ങളിലൂടെ കാരണം. അപ്പൊ അവർ ആ രീതിയിൽ പ്രവർത്തിക്കുന്നു. അതുകൊണ്ട് ജ്ഞാനി എങ്ങനെയിരിക്കും? ഇപ്പൊ സമൂഹ മധ്യത്തിലിരുന്ന് ലോകത്തിന് ഉപകാരപ്രദമായ പ്രവൃത്തികൾ ചെയ്യുന്നു, ആശ്രമം ഉണ്ടാക്കുന്നു, പ്രസ്ഥാനങ്ങൾ ഉണ്ടാക്കുന്നു, ലോകർക്ക് ഉപകാരം ചെയ്യുന്നു, മനുഷ്യരുടെ ഇടയിൽ സഞ്ചരിക്കുന്നു. അതുകൊണ്ട് ജ്ഞാനിയല്ല എന്ന് തീരുമാനിക്കാൻ പറ്റത്തില്ല. കാരണം പരേച്ഛ പ്രാരബ്ധം അനുസരിച്ച് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാം. അപ്പൊ അങ്ങനെ നടക്കുന്നുണ്ട് ഒരാൾ ജ്ഞാനിയല്ല എന്ന് നമുക്ക് തീരുമാനിക്കാൻ പറ്റത്തില്ല. ഇനി ജ്ഞാനി ഗുഹയിലിരിക്കാം, സമൂഹ മധ്യത്തിലേക്ക് വരാതെ. പ്രത്യേകിച്ച് ഇച്ഛയൊന്നുമില്ല, ഗുഹയിൽ ചെന്ന് വിട്ട് ജ്ഞാനി അവിടെ തന്നെ ഇരിക്കുന്നു. അനിച്ഛ പ്രാരബ്ധം, ഇച്ഛ അവിടെ ഇല്ല. പ്രത്യേകിച്ച് കരിയില പോയി ഒരിടത്ത് വീണു, പിന്നെ കാറ്റടിക്കുന്നില്ല, അവിടെ തന്നെ കിടക്കുന്നു. അപ്പൊ ജ്ഞാനി പോയി പെട്ടത് ഗുഹയിലാണെങ്കിൽ അവിടെ ഇരിക്കും. അനിച്ഛ പ്രാരബ്ധം. അപ്പൊ അങ്ങനെയും സംഭവിക്കാം. സമൂഹത്തിന്റെ മധ്യത്തിലും നിൽക്കാം, അങ്ങനെ നിൽക്കാം. ഇനി നമ്മൾ പറയുമല്ലോ അവധൂതന്മാരൊക്കെ അവരിങ്ങനെ സഞ്ചരിക്കുന്നു, അങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് ഗുഹയിലിരിക്കുന്നില്ല, സമൂഹ മധ്യത്തിലിരിക്കുന്നില്ല. ചിലപ്പോൾ സമൂഹ മധ്യത്തിലായിരിക്കും, ചിലപ്പോൾ ഗുഹയിലായിരിക്കും. അപ്പോൾ അങ്ങനെയും സംഭവിക്കാം. ഇനി സമൂഹത്തിന്റെ ദൃഷ്ടിക്ക് നിരക്കാത്ത രീതിയിൽ ചിലപ്പോൾ പ്രവർത്തിക്കുന്നു, എന്നാലും ജ്ഞാനി അല്ലാന്ന് പറയാൻ പറ്റത്തില്ല. അനിച്ഛ സ്വേച്ഛ പരേച്ഛ പറഞ്ഞില്ല, അങ്ങനെ പറയാം. ഒരു ജ്ഞാനി ഒരു സ്ഥലത്തിരുന്നു, നടന്നിട്ടുള്ള കാര്യമാണ്, കഥയല്ല. അപ്പൊ അദ്ദേഹം ഇതുപോലെയാണ്, സ്വേച്ഛയല്ല, അനിച്ഛയിൽ അങ്ങനെ ഇരുന്ന ആളാണ്. റോഡ് സൈഡിൽ അങ്ങനെ ഇരുന്നു. അപ്പൊ ആൾക്കാർ കണ്ട്, അപ്പോ ആരുടെയൊക്കെ മനസ്സിൽ തോന്നി ഇയാൾ ഏതോ ഒരു വിശിഷ്ട പുരുഷനാണെന്ന് തോന്നി. അപ്പോ ആൾക്കാർ ഓരോ സാധനങ്ങൾ അയാൾ കൊണ്ട് കൊടുക്കാൻ തുടങ്ങി, ആഹാരവും മറ്റു സാധനങ്ങളുമൊക്കെ. ഞാൻ ഇതെന്റെ പ്രാരബ്ധമനുസരിച്ച് ആവശ്യമുള്ള സാധനങ്ങൾ എടുത്തു, ബാക്കിയുള്ളതിനെ ഉപേക്ഷിച്ചു. ഇത് പലരും ശ്രദ്ധിക്കാൻ തുടങ്ങി. അപ്പോൾ ഒരു കള്ളനും ഇത് ശ്രദ്ധിച്ചു. ഒരു കള്ളനിത് ശ്രദ്ധിച്ചു. അയാൾ നോക്കിയപ്പോ ഈ മനുഷ്യനൊന്നും വേണ്ട എന്ന് പറഞ്ഞ് എല്ലാം ഉപേക്ഷിച്ചിട്ട് ഇരിക്കുന്നു, റോഡ് സൈഡിൽ ഇരിക്കുകയാണ്. എന്നിട്ടും ആൾക്കാർ ഇയാൾക്ക് കൊണ്ട് കൊടുക്കുന്നു. ഞാനാണെങ്കിലോ തന്റെ പ്രവൃത്തി എന്താണ്? തന്നെ കണ്ട ആൾക്കാർ ഭയക്കുന്നു. ആൾക്കാർക്കറിയാം ഇവൻ കള്ളനാണ്. അങ്ങനെയാണെങ്കിൽ എന്തെങ്കിലും സമ്പാദിക്കുന്നതിനുള്ള ഏറ്റവും നല്ല വഴി ഇയാളുടെ വഴിയാണ്, എന്റെ വഴിയല്ല. കാരണം ജയിലിൽ പോകണ്ട, പോലീസിന്റെ ഇടികളുണ്ട. അതുകൊണ്ട് ഇയാൾ എന്ത് ചെയ്തു? ഒരു രാത്രി ഇത് തീരുമാനിച്ച് പിറ്റേ ദിവസം തന്നെ ഇയാളുടെ ഭാവങ്ങളെല്ലാം മാറ്റി, തല മുട്ടയടിച്ചു, രുദ്രാക്ഷമാലയിട്ടു, ഒരു കാവ്യ കൊടുത്ത് ഈ സ്വാമിയുടെ ശിഷ്യനായി കൂടി, സ്വാമിയുടെ അടുത്ത്. എന്നിട്ട് എന്ത് ചെയ്തു? രാത്രി സ്വാമിയെ സമീപിച്ച് പറഞ്ഞു, നാളെ മുതൽ ഞാൻ തന്റെ ശിഷ്യനാണ് പറഞ്ഞു. ഞാൻ പറയുന്ന പോലെയെല്ലാം അനുസരിച്ചു പോകണം. എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഞാൻ പറയാനിരിക്കും, ഇയാളെ മുമ്പ് അയക്കണം. അപ്പോൾ ഞാൻ കൈ നീട്ടാൻ പറയുമ്പോൾ കൈ നീട്ടണം. ആൾക്കാരെന്ത് തരുന്നോ അത് വാങ്ങി എന്റെ കയ്യിൽ തരണം. വൈകുന്നത് വരെ നാളെ മുതൽ ഇതാണ് ജോലി. ഞാൻ പറയുന്നിടത്തെല്ലാം പോകണം, ഞാൻ പറയുന്ന പോലെ അനുസരിച്ച് പോകണം എന്ന് പറഞ്ഞു. എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ തന്നെ ഇദ്ദേഹം ശിഷ്യനായി. പിന്നെ ഞാനീ അവിടെ ഇരിക്കാൻ സമ്മതിച്ചില്ല, അവിടെ നിന്ന് എണീപ്പിച്ചു. നടന്നു. സമ്പന്നന്മാര് ഒക്കെ അടുത്ത് ചെല്ലുമ്പോൾ പിറകെ നിന്നൊരു ഇടി കൊടുക്കും. ജ്ഞാനിയുടെ മുതുകിന് കൈ നീട്ടാനുള്ള അടയാളമാണ്. അപ്പൊ ഞാൻ കൈ നീട്ടും. അപ്പൊ അവർ കൊടുക്കുന്ന വാങ്ങും, ഉടനെ വാങ്ങി ശിഷ്യനെ ഏൽപ്പിക്കും. അങ്ങനെ വളരെ കാലം ഈ ജ്ഞാനിയും ശിഷ്യനുമായിട്ട് നമ്മുടെ തിരുവനന്തപുരം പട്ടണത്തിൽ നടന്നിട്ടുണ്ട് എന്നിങ്ങനെ പഴയ ആൾക്കാർ പറഞ്ഞൊരു കഥ ഞാൻ കേട്ടിട്ടുണ്ട്. നടന്ന കാര്യമാണ്. പിന്നെ കുറെ കാലം കഴിഞ്ഞപ്പോൾ ആൾക്കാർ മനസ്സിലാക്കി ഇയാള്
ജ്ഞാനിയെ കൈകാര്യം ചെയ്യുകയാണെന്ന്. പിന്നെ ജനങ്ങൾ അയാളെ കൈകാര്യം ചെയ്തു, ജ്ഞാനി രക്ഷപ്പെട്ടു. ഇത് നടന്ന കാര്യമാണ്. ഒരു 19 വർഷം മുമ്പ് തിരുവനന്തപുരം സിറ്റിയിൽ നടന്ന ഒരു കഥയാണ്. ഇതെന്താണ്? പരേച്ഛാപ്രാരംഭം. അപ്പൊ വർഷങ്ങളോളം ഞാൻ ഇയാളുടെ കുത്തും കൊണ്ട് ഇയാളുടെ മുമ്പേ നടന്നു, എന്നിട്ടും പ്രതികരിച്ചൊന്നുമില്ല. ഞാൻ എന്ത് വിചാരിച്ചു, മിക്കവാറും ജ്ഞാനിമാർക്കെല്ലാം ഇങ്ങനെ ശിഷ്യന്മാരുടെ കുത്തു കൊള്ളേണ്ടി വരും. ഇത് ഒരു കഥയല്ല, ഇത് ഒരു കഥ ഇങ്ങനെ ഇരിക്കുന്നേ ഉള്ളൂ. അപ്പൊ ഇങ്ങനെ നടന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് വിദ്യാരണ്യസ്വാമിയെ ജ്ഞാനി ഉപമിക്കുന്നത് കഴിഞ്ഞാൽ വീണ്ടും മോഷ്ടിക്കും. മോഷ്ടിച്ചാൽ വീണ്ടും തന്റെ സ്ഥാനം എവിടെയാണ്? ജയിലാണ്. എന്നറിഞ്ഞാലും എന്ത് ചെയ്യും? കള്ളം മോഷ്ടിക്കും. ജയിലിൽ പോയി കഴിഞ്ഞാൽ അയാള് നല്ലവനായി ജീവിക്കും. അപ്പോൾ എന്താണ്? പരോള് കിട്ടും. പരോളിൽ പുറത്തു വന്നാൽ വീണ്ടും മോഷ്ടിക്കാം. വീണ്ടും അതിനും ജയിൽ ശിക്ഷ അനുഭവിച്ചാലും ശരി കള്ളൻ എന്ത് ചെയ്യും? മോഷ്ടിക്കും. അത് അവന്റെ വാസനയാണ്. അപ്പൊ ജ്ഞാനിയും സ്വേച്ഛയാ കള്ളനെ പോലെ പ്രവർത്തിക്കുമെന്നാണ്. എന്ന് പറഞ്ഞാൽ ഇച്ഛയ്ക്കനുസരിച്ച് പ്രവർത്തിക്കും. എന്ത് മനസ്സിൽ തോന്നുന്നു അതിനനുസരിച്ച് പ്രവർത്തിക്കും. അതുകൊണ്ട് ബാഹ്യപ്രവൃത്തിയിൽ നിന്ന് ജ്ഞാനിയെ തിരിച്ചറിയാൻ പറ്റത്തില്ല.